ഹലോ കൂട്ടുകാരെ, അപ്പോ എന്താടാ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം എന്തായാലും സക്സസ്ഫുൾ, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ സക്സസ്ഫുള്ളി എന്തായാലും നമ്മുടെ ഷോർട്ട് ഫിലിം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് നന്നായിട്ട് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. 50K കഴിഞ്ഞു, 60K കഴിഞ്ഞു, 70K ആവാറായി. 70Kയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 70K ആവാൻ വേണ്ടിയിട്ട് അനക്കത് വെക്കുക, ആൾക്കാർ പിന്നെ കംപ്ലൈന്റ് പറയും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി 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 സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് അത്ര കോൺഫിഡൻസോടെ ഒന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഒരു വെപ്രാളത്തിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം, അതും 2-3 ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷം വന്ന് ഒരു 5 മണിക്ക് ആകുമ്പോൾ വെപ്രാളം പിടിച്ചുള്ള ഒരു ഷൂട്ടായിരുന്നത്. അതുകൊണ്ട് ക്ലൈമാക്സിനായിരുന്നു ഭയങ്കര വെപ്രാളം എന്ന് പറഞ്ഞ സമയമില്ല. കാരണം വെച്ചാൽ 1:30 ഇവനും പോണം, എനിക്ക് 1:30 വേറൊരു തോന്നണം. രാവിലെ പെട്ടെന്നുള്ളൊരു എന്തോന്നായിരുന്നു. 12 മണിക്ക് ഇവൻ വന്നു, 1:30 മുമ്പ് ഞങ്ങൾ ഷൂട്ട്. വെപ്രാളത്തിൽ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആയിട്ടുള്ള വെപ്രാളം. നമുക്ക് ഇതിന്റെ സമയം ഇല്ലായിരുന്നു ഒട്ടും. ഇത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതിന്റെ ആയിട്ടുള്ള വെപ്രാളം കാര്യങ്ങളും അതിന്റെ പോരായ്മകളും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവർക്ക് ഡയലോഗ്സ് ഒന്നും കറക്റ്റ് പഠിക്കാനോ, ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള സ്ക്രിപ്റ്റ് ക്യാരക്ടർ പോലും അതിനകത്ത് അവിടെ വന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളില്ല പെട്ടെന്ന് വെപ്രാളം പിടിച്ച് വരുമോ ജോലിയൊക്കെ. അതെന്റെ കുറ്റല്ല കേട്ടോ. ഇവനോട് ഞാൻ പറഞ്ഞ് എല്ലാം ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കാനല്ല, കോഴി ചതഞ്ഞോലെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചു നോക്കാൻ പറ്റണ്ട. ഞങ്ങള് റൈറ്റർമാർ എഴുതുമ്പോഴത്തേക്ക് അത് അത്ര സ്പീഡിലാണ് എഴുതുന്നത്. അത് മനസ്സിലാക്കാൻ വേണം. അത് മലയാളം വായിക്കാൻ പറ്റുന്നത് എഴുതാത്തത്. ഇത് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ച് ചെന്ന് നിൽക്കുമായിരിക്കും. സംഭവം പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ നീക്കണ്ടേ. അന്നേരം എനിക്ക് 1.5 പേജുള്ള ഒരു ഡയലോഗ് പറയുന്നത്. അങ്ങനെ ഇയാൾ 1.5 പേജുള്ള ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ഞാനെന്ത് ചെയ്യും, നമ്മൾ പകുതിക്ക് വെച്ചൊക്കെ നിർത്തി കയ്യിൽ നിന്ന്. എത്ര ഡയലോഗ് ഞാൻ ഷോർട്ട് ഫിലിം സത്യം പറഞ്ഞ ഒരു 20 മിനിറ്റിന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ ഡയലോഗ് കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. നമ്മുടെ നായികയ്ക്കും ഒരു തരത്തിലും ഡയലോഗ് പറയാൻ പറ്റില്ല. ഡയലോഗ് പറഞ്ഞു ഇച്ചിരി ഒന്നാക്കോ. നമ്മള് 1:30 ഷൂട്ട് തുടങ്ങി ഒരു 5:30-6 മണി വരെ നമ്മൾ ലൈറ്റ് പോകും. നമുക്ക് ആ ലൈറ്റിനാകുമ്പോൾ വെച്ചാൽ നമുക്ക് എടുക്കണ്ടേ. അന്നേരം 1.5 പേജുള്ള ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. അന്നേരം അളവ് പറയണ്ടേ അവിടെ നിന്നുണ്ട് ഒറ്റ ഷൂട്ടില്. നമ്മളെ പറ്റുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ചില ഡയലോഗ്സ് പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ ഫീൽ ചെയ്ത് നമ്മള് റിയലായിട്ട് വന്ന് നമ്മള് ചില ഡയലോഗുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഞാനായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ കോമൺ ആയിരുന്നു കേട്ടോ. പക്ഷെ ആരെയായിട്ടൊന്നും ഇവന് പെമ്പിള്ളാരെ കാണുമ്പോൾ ഇവന് വിറയലുണ്ടെന്ന് തോന്നുന്നു. വിറയലിന്റെ അല്ല, ഒന്നാമത്തെ ഇവനോട്ടുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പിടിച്ച് തള്ളുന്ന സീൻ. അതിനകത്ത് ഡാണ് വിളിച്ചോണ്ട് അതൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ കയറ്റിയ ഡയലോഗുകളാണ്. ചില കാര്യങ്ങളൊക്കെ സംഭവം അതൊന്നും ഡയലോഗ് എഴുതി വെച്ചതല്ല. പിന്നെ ഞാൻ ആര്യായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇത് എഴുതി വെച്ചേക്കുന്നത് തോനെ ഉണ്ട് ഒറ്റന്നോന്നി പറയാൻ. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അതായത് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്തായാലും ഞങ്ങളുടെ വീഡിയോ നമ്മുടെ സക്സസ് ആയി, അതിനുള്ളൊരു നമുക്ക് സന്തോഷമുണ്ട്. അതെ, എന്തായാലും പോരായ്മകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് നമുക്ക് ഞാനിവിടെ രാവിലെ എനിക്ക് മീനിന്റെ പരിപാടി. അപ്പൊ നമ്മൾ മീനെടുക്കാനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവന്റെ തുള്ളല് കാണുന്നത്. ഒരേ കേ ആവുമ്പോ ഇല്ല വെകിളി പിടിച്ച പിള്ളേരോട്ടില്ല കാള തുള്ളുന്നവനാ വിളിക്കുന്നത്. 1K ആയി, 5K ആയി, 55K. സംഗതി എന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ട് അറിയത്തില്ല. കാക്ക എഴുതുന്നൊന്നും പറയണ്ട. അത് ചെയ്തെന്ന് പറഞ്ഞോ. വായിക്കാൻ പറ്റാത്ത രീതി എഴുതി വെച്ചേക്കും. മലയാളം വായിക്കാൻ അറിയാം, മലയാളം എഴുതി വെച്ചാൽ കുഴപ്പമില്ല. മലയാളം പോലും അല്ല എഴുതി വെച്ചേക്കുന്നത്. ആൾക്കാർ കേൾക്കും കേട്ടോ. നല്ല ഇറച്ചിക്കൈ ഓർത്ത് വെച്ചോ. കാണുന്നത് പോലെ ഉള്ളു, മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. ആൾക്കാർ നോക്കുന്നു. നമ്മളിപ്പോ കണ്ണേറ്റി പാലത്തിന്റെ താഴെ നിൽക്കുന്ന ആൾക്കാർ. പാലത്തിന് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരിക്കും. ഇവിടെ വള്ളംകളിയൊക്കെ കിടക്കുമ്പോൾ വന്നിരിക്കുന്നത്. നമ്മളൊരു വീഡിയോ തിട്ടേപ്പുണ്ടായിരുന്നു. നമുക്ക് വന്നിരിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ ആളുകൾ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവൻ കച്ചവടത്തിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിളിച്ചിട്ട് വരണ്ട, 1K ആയി, 3K ആയി, 5K ആയി. ലാസ്റ്റ് നമ്മള് വെപ്രാളം പിടിച്ച് നിൽക്കുമായിരിക്കും ഇങ്ങനെ. അപ്പൊ മീനൊക്കെ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ അത് സന്തോഷമാണ്, അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇവന്റെ വിളിക്കുന്നതല്ല ഇടാ ഇത് അന്നേരം ഞാൻ നമ്മുടെ വായുന്ന ഭാഷ ചിലപ്പം വേറെ ആയിരിക്കും. അത് പറയുമ്പോ ആശാനങ്ങ് തവി. നമ്മള് വിളിയായിട്ട് വെപ്പാളം എന്താണ് കാര്യം. അത് സമാനത്തെ പറയട്ടെ, നമുക്കൊരു ഫസ്റ്റ് ടൈം നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിൽ സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിൽ ചിലപ്പോൾ ഇനി അങ്ങോട്ടും അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. ഇവനല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു എനിക്ക്.
എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയത്തുമില്ല. ഞാൻ പിന്നെ വന്ന് എന്റെ രീതിയിൽ ഇവന്റെ നിർബന്ധത്തി, ഇവന്റെ ഒറ്റ ഒരു തന്നെ നിർബന്ധത്തി ഞാൻ ആ വില്ലൻ ക്യാരക്ടർ എല്ലാം ചെയ്തായിരുന്നു. പിന്നെയും വേണ്ടിയില്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ ആക്കി വെച്ചേ. ഇത് അവനെന്താ പറയുന്നത്, ആ വില്ലൻ ക്യാരക്ടറിന് ഡയലോഗ് കുറവായിരുന്നെന്നാ പറയുന്നത്. പക്ഷെ വില്ലൻ ക്യാരക്ടറിന് എക്സ്പ്രഷൻസും കാര്യങ്ങളും വേണമായിരുന്നു. വില്ലൻ ക്യാരക്ടറിന്റെ ഒക്കെ എക്സ്പ്രഷൻ ഞാൻ ഇട്ടു, അതൊന്നും കുഴപ്പമില്ല. ആ ശരിയാ, ജീവിതത്തിൽ എന്നൊരു വില്ലനാണ് നമ്മ ഫൈറ്റ് ഒക്കെ നമ്മൾ റിയൽ ആയിട്ട് ആക്കി എടുക്കും. ഇവനെങ്ങാണുമാണ് എന്നെ പിടിച്ച് തെളിയുന്നത്. ഞാൻ തെളിയുകൊണ്ട് ഇവ ഇങ്ങോട്ട് തെറിച്ചു പോയില്ല. ഇവനെങ്ങാണുമാണ് എന്നെ തെളിയുന്നത്. എന്നെ ചുറ്റും വെള്ളം കൊണ്ട് വേറൊരു സീനുണ്ട്, കോളറെ പിടിച്ച് വലിച്ചിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇയാളെ വീഡിയോ ഇയാൾ ഇടാതെ ചെയ്യും, ഇയാൾക്ക് നാണക്കേടായതുകൊണ്ട്. ഇയാളെ കോളറെ പിടിക്കുമ്പോ സംഗതി പറയാ, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലി വലിച്ച്. അപ്പൊ ഇവന്റെ ഈ കയ്യിലെ നഖവും എല്ലാം കൂടി ഇങ്ങനെ ചെസ്റ്റിനകത്ത് ഇങ്ങനെ ഒരഞ്ഞിട്ട് ഇങ്ങനെ വന്നത്. അതല്ല ഇങ്ങനെ വലിച്ചപ്പോ ഞാനിവിടെ ഇങ്ങനെ അങ്ങ് ചെന്നു. മൈക്ക് അകത്ത് വെച്ചേക്കുന്നു. ആദ്യത്തെ വലിക്ക് മൈക്ക് കുറച്ച് ദൂരെ പോയി. ആ അമ്മാതിരി വലിയ വലിച്ചത്. അപ്പം വില്ലനാക്കിയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എന്നെ ഏത് അവസ്ഥയിൽ എത്തിച്ചേനെ. വില്ലൻ എപ്പോഴും ഹൈപ്പിലേക്കാണ് വില്ലൻ, എന്നാലേ കാര്യമുള്ളു. ഇത് എൻ്റെ വില്ലൻ എന്ന് വെച്ചാൽ നായകനോട് അമിതമായിട്ട് സ്നേഹമുള്ള ഒരു വില്ലനായിരുന്നു. നായകന് നന്നായി ഇരിക്കണം എന്ന് വിചാരിച്ച് നായികനെ കൊല്ലാൻ വേണ്ടിയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണം കേട്ടോ. നമ്മൾ എന്തായാലും ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇവൻ പക്ഷെ താല്പര്യം കാണിക്കുന്നില്ല കേട്ടോ. താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നോക്കട്ടെ, നമ്മൾ വേറെയും ചെയ്യാനായിട്ടിരിക്കും കുറെ വീഡിയോസ്. അപ്പൊ ഒന്നാമത്തെ വെച്ചാൽ നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യം മാത്രമല്ല, മറ്റൊരു അവര് ട്രിവാൻഡ്രത്ത് ആരെയും മറ്റേ സെയ്തും 5 ദിവസം അവര് 5 ദിവസം എന്ന് പറഞ്ഞാൽ അവനും ജോലിയുള്ള മൊബൈൽ ടെക്നീഷ്യൻ, അവന്റെ ജോബ് കളഞ്ഞിട്ട് അവൻ ജോലി അവിടെ കടയിൽ നിന്ന് ലീവ് എടുത്തിട്ടൊക്കെ വന്നിരുന്നത്. നമ്മുടെ കൂട്ടല്ല, അവന്റെ വരുമാനം അതിനകത്തുനിന്നല്ലേ അവന്റെ കാര്യങ്ങൾ അടക്കണ്ട. നമുക്ക് ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുപ്പിച്ച് ഇപ്പൊ 5 ദിവസം 1 മാസത്തിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് കാണുമ്പോൾ നിന്നവർക്കൊക്കെ അറിയാം. 1 മാസത്തിൽ 5 ദിവസം ലീവ് കൊടുത്തത് തന്നെ അടുപ്പിച്ച് വലിയ കാര്യമാണ്. പിന്നെ ഇനിയിപ്പോ വീണ്ടും പറയുമ്പോഴേ നമ്മൾ വേറെ കഥകളുണ്ട്, എഴുതി വെച്ചപ്പോൾ ഉണ്ട്, അത് ചെയ്യാനാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് സമയമനുസരിച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അതെന്തായാലും ആലോചിച്ചിട്ട് എന്തായാലും ചെയ്യത്തുള്ളൂ. നായകൻ മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി അതെന്ത് ചെയ്യും. എന്റെ ഒരു വേറൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവ് വില്ലന്റെ ഏത്തോട്ട് വരട്ടെ ഇവനെ നായകനാക്കി ചെയ്യാവുന്നൊരു പ്ലാനിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനൊന്നുമില്ല, നമ്മൾ അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തും. അപ്പോൾ നാളെ ആണെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ എന്തായാലും നാളെ നമ്മൾ എടുത്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാണണം. ഞങ്ങളുടെ ഒരു സന്തോഷം അത് അറിയപ്പെട്ട ആൾക്കാരായിട്ട് പങ്കുവെക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് അതേപോലെ ആയിരിക്കും. നമ്മൾ തുടക്കമേ അത് പറഞ്ഞ കാര്യം, നമ്മുടെ ചാനൽ തുടങ്ങിയ ലക്ഷ്യം തന്നെ നമുക്ക് അതാണ്. പിന്നെന്ന് പറഞ്ഞാൽ വീഡിയോ, അതായത് ഷോർട്ട് ഫിലിം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട്. ആദ്യത്തെ അഭിനയമാണ്, അതിൻ്റെ ആയിട്ടുള്ള നല്ല പോരായ്മകളുണ്ട്. അഭിനയിക്കാൻ അറിയത്തില്ല, അത് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾക്കെന്നല്ല, എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും നാളെ പോകുന്നത് ഇപ്പം നാസി പറഞ്ഞൊക്കെ അർഹതപ്പെട്ടവരുടെ അടുത്തേക്കാണ്. അത് നമുക്ക് പോകാനായിട്ട് നമ്മളിപ്പോ നമുക്കൊരു പേയ്മെന്റ് കിട്ടിയാൽ പോലും നമുക്ക് കിട്ടുന്നതിനകത്ത് ഒരു പങ്ക് അർഹതപ്പെട്ടവർക്ക് എന്തായാലും കൊടുക്കും. അത് ഇന്നല്ല, നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ ചാനലിൽ നിന്ന് എത്ര നാൾ വരുമാനം ഉണ്ടോ അത്രയും നാൾ. കാരണം ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾ കാണുന്നതാണ് നമുക്ക് ആ ഒരു വരുമാനം കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് അത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അത് ഇന്നും ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞുകൊണ്ടൊക്കെ അർഹതപ്പെട്ടവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട്, നിങ്ങൾ തന്ന സ്നേഹവും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. തുടർന്ന് നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നാളെ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നാളെ നമ്മൾ പോകുന്നത്. അതിൻ്റെ വീട് എന്തായാലും ഇടും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തേക്ക് ഇനി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രചോദനം തരുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ഷോർട്ട് ഫിലിമും നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിംഗ് വ്ലോഗുകളും നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും കുറെ ഞങ്ങൾക്ക് സമയത്തിന്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ അറിയാലോ ബിനോടെ നമ്മൾ മുമ്പത്തെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുള്ളേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വരുമാനം വരാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. എന്തായാലും നോക്കെന്തായാലും എല്ലാവരും ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അതാ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നാളെ വരുന്ന വീഡിയോസും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.